എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്ന് മാത്രമല്ല എല്ലാവർക്കും എൻ്റെ ചാനലിൻ്റെയും വക ക്രിസ്മസ് ദിനാശംസകൾ നേരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ സന്തോഷം കൂടി നമ്മുടെ ചാനലിൽ കൂടി പങ്കുവച്ചിരിക്കുകയാണ്. പിന്നീട് പങ്കുവച്ചു എങ്കിലും ഇനി പറയാൻ പോകുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പോക്കിൽ വളരെയധികം വേദന തോന്നുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് പറയാനുള്ളത്. ഇന്നത്തെ കാലത്ത് നമ്മൾ 24 മണിക്കൂറും രാവിലെ ഫോണൊന്ന് ഓണാക്കി നോക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോഴും കേൾക്കുന്നതും പീഡനവും കൊലപാതകവും പൊട്ടിത്തെറിയും എന്ന് വേണ്ട ലഹരി മാഫിയകളുടെ വിളയാട്ടവും ഗുണ്ടാ വിളയാട്ടം ഇതൊക്കെ തന്നെയാണല്ലേ നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ സുനാമി, കടൽക്ഷോഭം, പ്രകൃതി ദുരന്തം, ഉരുൾപൊട്ടൽ എന്ന് വേണ്ട ആക്സിഡൻറ്റ് തുടങ്ങിയ തരത്തിലുള്ള മനുഷ്യനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് എപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊലപാതകങ്ങളൊക്കെ വെറും ഇപ്പോൾ നാട്ടുമ്പുറങ്ങളിൽ പോലും അത് ഒരു ഫാഷനായിട്ട് തീർന്നു എന്ന് വേണേൽ പറയാം. ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തെ, നമ്മുടെ ഭാരതത്തെ ഡിജിറ്റൽ ഇന്ത്യയാക്കി മാറ്റാനായിട്ടിരിക്കുന്ന നമ്മുടെ നേതാക്കന്മാരൊക്കെ നമ്മുടെ നിയമത്തിൽ കൂടി അതായത് നമുക്ക് നമ്മുടെ ശിക്ഷാ വ്യവസ്ഥയിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിരുന്നെങ്കിൽ ഇതൊന്നും ഇത്രയധികം പെറ്റുപരികില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മുടെ നിയമവ്യവസ്ഥയൊക്കെ പൊളിച്ചെഴുതേണ്ട സമയം പണ്ടേ കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷേ ബഹുമാനപ്പെട്ട കോടതിക്കൊക്കെ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാവും. ക്ഷമിക്കണം, എൻ്റെ മനപ്രയാസം കൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നതാണ്. കാരണം ഓരോ ദിവസം ചെല്ലുന്തോറും ഇത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇതൊരു ജനാധിപത്യ രാജ്യം തന്നെയാണ്. അതിലൊന്നും ഒരു തർക്കവുമില്ല, തെറ്റുമില്ല. പക്ഷേ എന്ന് കരുതിയിട്ട് ഈ ശിക്ഷകൾ ആര് എന്ത് തെറ്റ് ചെയ്താലും അവർ കുറേ കാലം തീറ്റിപ്പറ്റുകയാണ്. ആ തെറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 2 ഇടി അവർക്ക് കിട്ടുമായിരിക്കും. അത് കഴിയുമ്പോഴാണ് പിന്നീട് അവർക്ക് അവിടെ ജോലിയായി, ഭക്ഷണമായി, അവരവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയൊരു വേതനവും അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എന്ത് വേണം? അപ്പോൾ ഇത്തരക്കാരെ, ഇതുപോലെയുള്ള വലിയ വലിയ കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളെ ഇങ്ങനെ തീറ്റിപ്പോറ്റി ഇങ്ങനെ ഇട്ടിരിക്കാണ്ട് അവർക്ക് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അത് മനഃപൂർവ്വമായ കൊലപാതകമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അവരെ മാക്സിമം അവർക്ക് തൂക്കുകയറി തന്നെ കൊടുക്കണം. പ്രത്യേകിച്ചും വെട്ടിക്കൊല ചെയ്യുന്നത് പോലെയുള്ള അതിക്രൂരമായിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങൾക്കൊക്കെ. ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾ നേരെ ആരും അറിയാതെ പ്രഗ്നൻ്റ് ആവുന്നു, ആരും അറിയാതെ പോയിരുന്നു പ്രസവിക്കുന്നു. അതിനുശേഷം ആ കുഞ്ഞിനെ പോലും ആരും അറിയാതെ രഹസ്യമായിട്ട് പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ പോലും കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് ആരും അറിയാതെ മണ്ണ് മാന്തി കുഴിച്ചിടുന്നു, അല്ലെങ്കിൽ തെരുവിലേക്ക് വലിച്ചെറിയുന്നു, അതും അല്ലെങ്കിൽ വേസ്റ്റ് ബോക്സിൽ ഉപേക്ഷിക്കുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിനെല്ലാത്തിനും കാരണം? എന്തുകൊണ്ടാണ് ഇത്രയേറെ ധൈര്യങ്ങൾ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് പോലും ഉണ്ടാവുന്നത്? കാരണം നമ്മുടെ ശിക്ഷാ വ്യവസ്ഥയെ ആർക്കും പേടിയില്ല. അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ശിക്ഷാരീതിയെ പേടിയുണ്ടെങ്കിൽ എന്നിട്ട് അവസാനം പറയും, അവൾക്ക് ഡിപ്രഷൻ, അല്ലെങ്കിൽ അവന് ഡിപ്രഷൻ, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വാദിക്കാനായിട്ട് കുറേ ചാനലുകാരും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുഴപ്പങ്ങളെന്ന് പറയുന്നത്. ഞാൻ പറയുന്നത്, ഒരു വ്യക്തിക്ക് മാനസിക രോഗമുണ്ടെങ്കിൽ അവർ ഏറ്റവും കുറഞ്ഞ 5 വർഷമെങ്കിലും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചികിത്സിച്ചതിൻ്റെ റെക്കോർഡ് ഉണ്ടാവണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഏതെങ്കിലും ഒരു രീതിയിൽ ഇളവ് കൊടുക്കാവൂ, അവർ ചെയ്യുന്ന തെറ്റിൽ ഇളവ് കൊടുക്കാവൂ. അല്ലെങ്കിൽ ഒരു കാരണവശാലും തെറ്റ് ചെയ്താൽ അവർക്ക് അതിനുള്ള ശിക്ഷ തന്നെ കിട്ടണം. അത് കിട്ടാതിരിക്കുന്നിടത്തോളം കാലം ഇതുപോലെയൊക്കെയുള്ള അഴിഞ്ഞാട്ടങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ പെരുകി വരത്തേ ഉള്ളൂ. മറ്റുള്ള രാജ്യക്കാർക്ക് കൂടി നമ്മളെ അധിക്ഷേപിക്കാനുള്ള, കാർക്കിച്ച് തുപ്പാനുള്ള കാരണമാവുകയുള്ളൂ. ഇനി നമ്മുടെ രാജ്യത്ത് എത്രയൊക്കെ വികസനങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാലും നമ്മുടെ രാജ്യം എത്രത്തോളം ഡിജിറ്റൽ ഇന്ത്യ ആക്കാനായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടുന്നവർ ശ്രമിച്ചു കഴിഞ്ഞാലും ഇതുപോലെയുള്ള കാര്യങ്ങളിലാണ് ആദ്യം. ഇന്നത്തെ കാലത്ത് നമ്മുടെ പെൺകുട്ടികൾക്കായാലും വീട്ടിനകത്ത് സുഖമായിട്ട് സന്തോഷമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റില്ല. കഥകടച്ച് പോലും ഇരിക്കാൻ പറ്റില്ല. കഥക് ചവിട്ടി പൊളിച്ചുള്ളിലേക്ക് കയറി വരുന്ന നരാധമന്മാരുടെ കാലമാണിത്. അപ്പോൾ അതിലൊക്കെയാണ് ആദ്യം മാറ്റം കൊണ്ടുവരേണ്ടത്. പിന്നീടാണ് നമുക്ക് വികസനത്തിൻ്റെ ആവശ്യമുള്ളത്. നമ്മുടെ രാജ്യം വലിയ വികസനങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ നമ്മളൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ പൂർവികരൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നു, ഇല്ലേ? അന്നൊക്കെ മനസമാധാനം ഉണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഇന്നില്ലാത്തതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ നിയമത്തെ ആർക്കും ഭയമില്ലാത്തത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു വാർത്ത പറയാനായിട്ട് കാരണമെന്ന് പറഞ്ഞാൽ, വർക്കല സംഭവിച്ച ഈ ഒരു കൊലപാതകത്തെ പറ്റിയിട്ടുള്ള വാർത്ത കേട്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി സംസാരിക്കണമെന്ന് തോന്നിയത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളോട് കേട്ടോളൂ. വയസ്സുകാരനെ കൊലപ്പെടുത്തിയ സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. താഴെവെട്ടൂർ സ്വദേശി ഷാജഹാനാണ് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രി 9 മണിയോടെ മദ്യലഹരിയിലായിരുന്ന 5 അംഗ സംഘവുമായി വാക്കേറ്റവും
അടിപിടിയും നടന്നിരുന്നു. അതിന്റെ തുടർച്ചയിൽ കൊലപാതകം സംഭവിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സംഭവത്തിൽ പോലീസ് പറയുന്നത് എന്താണ്? തീർച്ചയായും അത് ഇന്ന് രാവിലെയാണ് ഇതിൽ ഒരു വാർത്ത വരുന്നത്. വർക്കല താഴെവെട്ടൂരിൽ മദ്യപ സംഘത്തിന്റെ വെട്ടേറ്റാണ് വയോധികൻ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. താഴെവെട്ടൂർ ചരുവിള വീട്ടിൽ 60 വയസ്സുള്ള ഷാജഹാനാണ് മരിച്ചത്. തീരദേശ മേഖലയിൽ മദ്യത്തിന്റെയും അതോടൊപ്പം തന്നെ മയക്കുമരുന്നുകളുടെയും ഉപയോഗം വർദ്ധിച്ചിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ഷാജഹാനും ബന്ധുവായ മത്സ്യത്തൊഴിലാളികളും ചേർന്ന് വർക്കല പോലീസിൽ ഇതിനെതിരെ പരാതി നൽകുന്ന ഒരു സ്ഥിതിയുണ്ടായി. തുടർന്ന് ഇന്നലെ ഉച്ചയോടെ പോലീസ് സ്ഥലത്തെത്തി അവിടെ നിന്ന് ലഹരി വസ്തുക്കളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും കണ്ടെത്തിയിരുന്നത്. ഇതിന് പിന്നിലുള്ളവരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടികളിലേക്കൊന്നും പോയിരുന്നില്ല. അത്തരം അന്വേഷണങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് അറിഞ്ഞ ഈ സംഘമാണ് ഈ വൈരാഗ്യം കാരണം ലഹരി മാഫിയ സംഘം എത്തി കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഷാജഹാന്റെ ബന്ധുവായ മത്സ്യത്തൊഴിലാളിയെ മർദ്ദിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ഷാജഹാനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായത്. അത് പിന്നീട് മരണത്തിലേക്ക് നയിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ച വിവരം. ഇതിൽ 6 സംഘമാണ് ഇത്തരത്തിൽ ഷാജഹാനെ ആക്രമിച്ചതും ഷാജഹാന്റെ മരണത്തിന് കാരണമായത്. ഇതിൽ 6 പേരെ കേട്ടില്ലേ? ഷാജഹാൻ എന്ന് പറയുന്ന ഇവർ 60 വയസ്സെന്ന് പറഞ്ഞെങ്കിൽ 67 വയസ്സാണ് അവർ കാണിക്കുന്നത്. ബ്രേക്കിംഗ് ന്യൂസിലൊക്കെ 67 വയസ്സാണ് കാണിക്കുന്നത്. വർക്കല സ്വദേശിയായിരുന്നു ഷാജഹാൻ. എന്തായാലും കൊള്ളാം അല്ലേ? ലഹരിക്കും ഒരു കുറവില്ല എന്ന് ഞാൻ ചോദിക്കട്ടെ. ഈ മദ്യക്കുപ്പികളിലൊക്കെ നമ്മുടെ സർക്കാർ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം, ഒരു മൂടത്തം എന്നേ ഞാൻ പറയുള്ളൂ. മദ്യം ആരോഗ്യത്തിന് ഹാനികരം എന്നും പറഞ്ഞിട്ട് ഈ മൂടത്തരം എഴുതി പിടിപ്പിച്ചിട്ടാണ് വിടുന്നത്. ഈ മദ്യം ഓടിച്ച് വാഹനത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ പെറ്റിയും കൊടുക്കുന്നുണ്ട്. ഇത് എവിടെയെങ്കിലും മാറി ഒളിഞ്ഞും മറഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇരുന്ന് മദ്യപിക്കുന്നത് കണ്ടു കഴിഞ്ഞാലും പോലീസുകാർ പിടിക്കും, നല്ല പെറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഒരു സംഭവം, ഈ ഒരു സാധനം പുറത്തേക്ക് വിടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു സാധനം അങ്ങ് നിരോധിച്ചാൽ തീരത്തൊക്കെ പ്രശ്നമല്ലേ ഉള്ളൂ. പിന്നെ ഇത് കച്ചവടം ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് വാങ്ങിച്ച് കുടിക്കാനുള്ള അവകാശവും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് വാങ്ങിച്ച് ഇടുപ്പിൽ പൂഴ്ത്തി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ പെറ്റി. ഇതെന്ത് കോത്താഴത്തെ നിയമമാണെന്ന് മനസ്സിലാവുന്നില്ല എനിക്ക്. എന്തല്ലേ? അതുപോലെ തന്നെ സിഗരറ്റ് പാക്കറ്റുകളിലും ബീഡി കവറുകളിലൊക്കെ ക്യാൻസറിൻ്റെ ഭീകരമായിട്ടുള്ള ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പറയും ഇത് മാരകമായിട്ടുള്ള ക്യാൻസർ ഉണ്ടാക്കുമെന്ന്. എന്നിട്ടെന്ത് ഇത് നിയന്ത്രിക്കാത്തത് എന്താ? ഇത് വീണ്ടും കച്ചവടവും നടത്തുന്നുണ്ട്, അതിനുള്ള പെർമിഷനും കൊടുക്കുന്നുണ്ട്. കാരണം എന്താണ്? നല്ല രീതിയിൽ അവിടെ നിന്നൊക്കെ സർക്കാരിൽ പണം അടയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ്. എന്നിട്ട് പരസ്യമായിട്ട് പുക വലിച്ചുകൂടാ, പുക വലിക്കുന്നത് ശിക്ഷാർഹം എന്ന് ഒരു ലേബൽ കൂടി. സർക്കാരിന് ആവശ്യം പണം തന്നെയാണ്, പണം അടയുക, എങ്ങനെയും പണം അടയുക. അപ്പോൾ ഇതൊക്കെ ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഈ കുറേ കാലം ഇടയ്ക്ക് എപ്പോഴോ ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നു എന്ന് ആളുകൾ പറയാറുണ്ട് മദ്യം നിരോധിച്ചതോടുകൂടി. പക്ഷേ ഇപ്പോൾ അത് എല്ലാം ഒട്ടുമിക്ക സ്ഥലത്തും മദ്യഷോപ്പ് തുറന്നു വച്ചിട്ടുണ്ട്. കാരണം സർക്കാരിന് ഇതാണ് ആവശ്യം. ആളുകൾ തമ്മിൽ തല്ലിയാലും കൊന്നാലും കെട്ടാലും ചത്താലും ഒന്നും ഒരു പ്രശ്നവുമില്ല, അവർക്ക് പൈസ അടയണം, അത്രയേ ഉള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് ഇതുപോലുള്ള വലിയ വലിയ ദുരിതങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ പോലും തിരിച്ചറിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഈ നാടിൻ്റെ പോക്ക്. ഇങ്ങനെ ആവുകയാണെങ്കിൽ ഈ പുതിയ തലമുറയുടെയൊക്കെ കാര്യങ്ങളൊക്കെ എന്താവും എന്നുള്ള കാര്യത്തിൽ എന്താ ചെയ്യല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ പരദൂഷണം മാത്രം പറഞ്ഞാൽ പോരല്ലോ. ഇതുപോലെയുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോഴും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കണം എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വാർത്തയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ അഭിപ്രായമാണ് എൻ്റെ ചാനലിൽ വന്നിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ്.